അപ്പോ സമയം 8 മണിയായി. നമ്മുടെ പ്രഭാഷണത്തിന്റെ സമയമായി. നമുക്കിനി പ്രഭാഷണം കേൾക്കാം. ഇന്നലെ വൈകുന്നേരം നമുക്ക് ഋഷഭദേവന്റെ കഥ കേൾക്കാൻ സാധിച്ചു. ഋഷഭദേവൻ ഭഗവാന്റെ ഒരു അവതാരമാണ് ഋഷഭദേവൻ. ഋഷഭദേവന്റെ അവതാരത്തെ കുറിച്ച് കേട്ടു. ആ ഋഷഭദേവന്റെ ഏറ്റവും മൂത്ത പുത്രനാണ് ഭരതൻ. ആ ഭരതന്റെ ചരിത്രമാണ് ഇനി പറയാൻ പോകുന്നത്. ഭരതൻ രാജാവായി വാഴുന്നു, രാജ്യം ഭരിക്കുന്നു. ആ രാജ്യഭരണ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന് സുഖമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഒരു പ്രശ്നം ഉണ്ടായില്ല. എല്ലാ രാജാക്കന്മാരെയും പോലെ അദ്ദേഹം രാജ്യം ഭരിച്ചു. ഭാര്യ ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. ഇതൊക്കെ കൂടി കഴിഞ്ഞ് എല്ലാ രാജാക്കന്മാരെയും പോലെ അഥവാ എല്ലാവരെയും പോലെ അദ്ദേഹം ഉപേക്ഷിച്ച്, സർവ്വസംഘങ്ങളെയും ഉപേക്ഷിച്ച് വാനപ്രസ്ഥാശ്രമത്തെ സ്വീകരിച്ചുകൊണ്ട് കാട്ടിലേക്ക് വരാൻ. വാനപ്രസ്ഥം എന്നുള്ള വാക്കിന്റെ അർത്ഥം പറഞ്ഞു കാട്ടിലേക്കുള്ള യാത്ര. ഈശ്വര ഭജനം കൃത്യമാവാൻ വേണ്ടിയിട്ടാണ് കാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ കാട്ടിൽ പോയ സമയത്ത് അദ്ദേഹത്തിന് സംഭവിച്ച ഒരു ചെറിയൊരു അബദ്ധം, ചെറിയൊരു വിഷയം, അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടാവുന്ന വലിയ പ്രശ്നങ്ങളെ കുറിച്ചാണ് പിന്നീട് നമ്മൾ പറയാൻ വരുന്നത്. അതായത് അദ്ദേഹം അവിടെ ചക്രനദി എന്ന് പറയുന്ന ഒരു നദീതീരത്ത്, ചക്രനദി എന്ന് പറഞ്ഞാൽ ഗണ്ഡകി നദിയാണെന്ന് പറയുന്നു. ആ നദീതീരത്ത് ഒരാശ്രമം കെട്ടി അവിടെ ഇങ്ങനെ ഈശ്വര ഭജനം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്തിനാ കാട്ടിലേക്ക് വരുന്നത്? നാട്ടിലിരിക്കാൻ സ്ഥലമില്ലാത്തോണ്ടല്ല. ചിന്തിച്ചുകൊണ്ട് കേൾക്കൂ. കൊട്ടാരമല്ലേ, രാജാവല്ലേ, അദ്ദേഹത്തിന് നാട്ടില് സ്ഥലം കിട്ടാത്ത പ്രശ്നം ഉണ്ടാവുമോ? എന്തിനാ കാട്ടിൽ പോകുന്നത്? ആരുടെയും ഒരു ബാധയുമില്ലാതെ, ഒരു ശല്യവുമില്ലാതെ ഈശ്വര ഭജനം കൃത്യമായിട്ട് മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയിട്ടാണ്. നാട്ടിലിരിക്കും എന്ത് ചെയ്യും? ആരെങ്കിലുമൊക്കെ കാണും, എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, എന്തെങ്കിലുമൊക്കെ ചോദിക്കും, പറയും. ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വാനപ്രസ്ഥത്തെ ആശ്രമത്തെ സ്വീകരിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോയി അവിടെ താമസിച്ച് തപസ് ചെയ്ത് വരികയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം ഒരു നദീതീരത്ത്, ഒരു അരുവിയുടെ തീരത്ത് തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തർപ്പണം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? വെള്ളം കയ്യിലെടുത്ത് ഇങ്ങനെ ദേവന്മാർക്ക്, ഋഷികൾക്ക്, പിതൃക്കൾക്കൊക്കെ തർപ്പണം ചെയ്യണം ദിവസവും. അത് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഹരിണി പിപാസയ, ഒരു ഹരിണി എന്ന് പറഞ്ഞാൽ മാനാണ്. പിപാസ എന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ള ആഗ്രഹം, ദാഹമാണ് പിപാസ. അപ്പൊ ദാഹത്തോട് കൂടിയിട്ട് ഒരു മാന് വരുന്നതായിട്ട് കണ്ടു. ആ മാന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കെ കുറച്ചു ദൂരത്തു നിന്നായിട്ട് മൃഗപതയേരുന്നാഹ, സിംഹത്തിന്റെ ഒരു അലർച്ച കേട്ടു. ഈ അലർച്ചയെ തുടർന്ന് മാന് വല്ലാണ്ട് ചക്കിത്ത വല്ലാണ്ട് പേടിച്ച മാന് പെട്ടെന്ന് പോകാൻ പുറപ്പെടുന്നു. പക്ഷെ സിംഹത്തെ കുറിച്ചുള്ള ഭയമുണ്ട്, ശരീരത്തിന് ഭാരമുണ്ട്. ഗർഭിണിയായിരുന്നു മാൻ. ചുരുക്കി പറഞ്ഞാൽ ഈ മാൻ അങ്ങോട്ട് മരിക്കുകയാണ്. ചത്തു മാൻ. ആ മാൻകുട്ടി ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി വരുന്നുണ്ട്. അപ്പം വേഗം അങ്ങോട്ട് ചെന്ന് ഈ തർപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതൊക്കെ കൂടി പറയാൻ പറ്റുമോ? ഓരോന്നോരോന്നായിട്ട് പറയാൻ. തർപ്പിക്കാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ മാന് വെള്ളം കുടിക്കാൻ വരുന്നു, സിംഹത്തിന്റെ അലർച്ച കേൾക്കുന്നു, സിംഹത്തെ കുറിച്ച് ഭയം ഉണ്ടാവുന്നു, വേഗം മാന് ചത്തും പോകുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ മാൻകുട്ടിയെ ഭരതൻ എടുക്കുന്നു, വെള്ളത്തില് കഴുകി തോർത്തി വസ്ത്രം കൊണ്ട് ചൂട് പകർന്നു കൊടുത്ത് ആശ്രമം അനയത്, ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു. കുറേശ്ശെ പാലൊക്കെ കൊടുത്തു, ഇളം പുല്ലുകളൊക്കെ ഇങ്ങനെ കൊടുത്ത് ആ ചത്തുപോകുമായിരുന്ന മാൻകുട്ടിയെ ഭരതൻ രക്ഷിച്ചു. ശരി, ഇതുവരെ വല്ല കുഴപ്പമുണ്ടോ? എന്താ ഉണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. ആരെങ്കിലും ചെയ്യേണ്ട കാര്യമല്ലേ? ഒരു ജീവകാരുണ്യ പ്രവൃത്തിയാണ് ഇപ്പൊ ചെയ്തത്. ഒരു തെറ്റും പറയാനില്ല. ശരി, മാന് കഷ്ടിച്ച് നടക്കാനുള്ള പ്രായമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? മാനിനെ വിട്ടേക്കണ്ടേ? വിടണം. അത് വിട്ടില്ല. അതാണ് വിഷയം. അവിടെ മുതൽ അങ്ങോട്ടാണ് പ്രശ്നം വരുന്നത് അർത്ഥം. ഈ മാനിന്റെയും പശുവിന്റെ ഒക്കെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് എഴുന്നേറ്റ് തുള്ളിച്ചാടി നടക്കാൻ തുടങ്ങും. ഈ മനുഷ്യന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. ഇത്രയധികം ദൈർഘ്യമുള്ള ഒരു കുട്ടിക്കാലം മനുഷ്യന് മാത്രമേ ഉള്ളൂ. മാനുകളൊക്കെ, പശുക്കളൊക്കെ നോക്കും, പ്രസവിച്ചിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞാൽ ആടി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. 2 ദിവസം കൊണ്ട് വേണമെങ്കിൽ പഞ്ചായത്തോട് കൂടി നടക്കും. മനുഷ്യനോ ഒന്ന് എഴുന്നേറ്റ് നടന്നു കിട്ടുന്ന എത്ര കാലം വേണം? എന്നിട്ട് നമ്മളെ കേമാനാന്ന് സ്വയം വിചാരിക്കുന്നുണ്ട്. ഏതായാലും ഈ മാന് നടക്കാൻ തുടങ്ങിയത് മുതൽ പിന്നെ ആ കാട്ടിലേക്ക് ഉപേക്ഷിക്കേണ്ടതായിരുന്നു. അത് ഉപേക്ഷിക്കാൻ തോന്നിയില്ല. എന്ത് തോന്നി? ഈ മാനിന്റെ ഞാൻ മാത്രമേ ഉള്ളൂ, ഈ മാനിൻ്റെതാണ്, ഈ മാൻ എന്റേതാണ്, എനിക്ക് ഈ മാൻ മാത്രമേ ഉള്ളൂ, ഈ മാനിന് ഞാൻ മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ ശക്തമായിട്ടൊരു ബന്ധമായിട്ട് മാറുന്നു. ഇതാണ് അഭിഷ്വംഗം എന്നൊരു വാക്ക്. ഗീതയിൽ ഭഗവാൻ പറയും അഭിഷ്വംഗം.
എന്താ വാക്കിന്റെ അർത്ഥം? അതിശക്തമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവുകയാണ്. ഞാനില്ലെങ്കിൽ ഇതില്ല, ഇതില്ലെങ്കിൽ ഞാനില്ല എന്ന് തോന്നുക. അപ്പോ ഈ തോന്നല് വളരെ പ്രശ്നമാണ്. ചിലപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? കുറ്റകൃത്യങ്ങളിലേക്ക് പോലും പോയി എന്ന് വരും മനുഷ്യൻ. പൊസസീവ്നെസ് കേട്ടിട്ടില്ലേ? അറ്റാച്ച്മെന്റ് കേട്ടിട്ടില്ലേ? ഇത് രണ്ടും കൂടി ഒരു ഭാവമാണ് ശരിക്കും അഭിഷ്വംഗം. ഭാര്യയ്ക്ക് തോന്നുകയാണ് ഭർത്താവിന് ഞാനില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. തോന്നാറില്ലേ പലപ്പോഴും? ഭാര്യയ്ക്ക് തോന്നുകയാണ് ഭർത്താവിന് ഞാനില്ലേ ഒന്നും നടക്കില്ല. ഭർത്താവിന് തോന്നുകയാണ് ഭാര്യയ്ക്ക് ഞാനില്ലേ ഒരു കാര്യവും നടക്കില്ല പാപം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വല്ലാണ്ട് തോന്നുന്നുണ്ടോ? അപ്പോഴാണ് പഴയ കാലത്ത് നമ്മളോടൊക്കെ പറയാ, നിങ്ങളൊന്ന് കാശിയിലൊക്കെ പോയിട്ട് വരൂ. പണ്ട് കാശിയിൽ പോവാൻ നടന്ന് കാശിയിൽ പോയി പോകുന്ന വഴിക്കുള്ള ക്ഷേത്രങ്ങളൊക്കെ തൊഴുത് കാശിയിലെത്തി അവിടെ തൊഴുത് ഗംഗാസ്നാനമൊക്കെ കഴിഞ്ഞ് തിരിച്ചുപോട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ വർഷം പോലും കഴിഞ്ഞു എന്ന് വരും. അപ്പോ ഭർത്താവ് ഇവിടെ വരുമ്പോ ഭർത്താവിന്റെ വിചാരം എന്താ? ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഭാര്യയും മക്കളൊക്കെ വല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയൊക്കെയോ ജീവിച്ചു വരെയായിരിക്കുന്നൊക്കെയാ വിചാരം. പക്ഷെ വന്ന് നോക്കുമ്പോഴാ കാര്യം മനസ്സിലാവുന്നത് ഇദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി സുഖമായിട്ട് നാട്ടിലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. ഇത്രയുള്ള കാര്യം. അത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹമൊക്കെ നല്ലോണം ഉണ്ടാവണം. പക്ഷെ അത് അമിതമായി വരുന്നുണ്ടോ എന്ന് ചിന്തിച്ച് അമിതമാവുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പുത്രധാരധനാദിഷു അനഭിഷ്വംഗ ഇതെപ്പോഴും ശീലിക്കേണ്ടതാണ്, ഓർമ്മിച്ച് വെക്കേണ്ട ഒരു വാക്കാണ്. ഞാനില്ലെങ്കിൽ ഇതില്ല. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഗർഭിണി പൂർണ്ണ ഗർഭിണിയാവുമ്പോ ഭർത്താവ് മരിച്ചു, ഭാര്യ മക്കളെ വളർത്തിക്കൊണ്ടുവന്നില്ലേ? ഇനി പ്രസവത്തോടു കൂടിയിട്ട് അമ്മ മരിച്ചു, ഭാര്യ മരിച്ചു, കുഞ്ഞിനെ മാത്രം കിട്ടി, ഭർത്താവ് വളർത്തിക്കൊണ്ടുവന്നില്ലേ? അപ്പൊ ഇതൊക്കെ നടക്കുന്നു. എന്താ ശരിക്കും നമ്മൾ വിചാരിക്കേണ്ടത്? ഭക്തി ഉണ്ടെങ്കിൽ, നല്ല ഭക്തി ഉണ്ടെങ്കിൽ വിചാരിക്കേണ്ടത് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണെന്ന് വിചാരിക്കണം. ഭഗവാന്റെ കയ്യിലല്ല ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നമ്മളെ കർത്തവ്യം ചെയ്യുന്നു എന്ന് അർത്ഥം. അത്രയേ ഉള്ളൂ. നമ്മൾ നമ്മളെ കർത്തവ്യം കൃത്യമായിട്ട്, അതുകൊണ്ട് സ്നേഹിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ കർത്തവ്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞോ? രണ്ടും പറഞ്ഞില്ല. സ്നേഹം വേണം, പരമാവധി സ്നേഹിക്കണം. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഉപേക്ഷിക്കേണ്ട സമയത്ത് ഉപേക്ഷിക്കാനും സാധിച്ചില്ലെങ്കിൽ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവും അർത്ഥം. ഇവിടെ ഭരതന്റെ കഥ എന്താ? ഭരതൻ എവിടെ എത്തിച്ചിരിക്കും? ഭരതൻ ഈശ്വര ഭജനത്തിൽ അപാരമായി മുന്നോട്ട് പോയ ആളാണ്. കുറേയേറെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈശ്വര ഭജനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഉൾപ്പുളകം, രോമാഞ്ചം ഉണ്ടാവുക. നമുക്ക് ഉണ്ടാവുന്നുണ്ടോ? നാമം ജപിക്കുമ്പോൾ രോമാഞ്ചം വരിക ഉണ്ടാവും, ഉണ്ടെങ്കിൽ നല്ലത്. നാമം ജപിക്കുമ്പോഴത്തേക്കും രോമാഞ്ചം ഉണ്ടാവുന്നത് പോലെ തോന്നുക, ഭഗവാൻ അല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് തോന്നുക. ഇങ്ങനെയൊക്കെ വലിയൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ഭരതൻ. ആ ഭരതനാണ് ഇപ്പോ മാനിനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. മാനിങ്ങനെ വളർന്നു വരാം. അങ്ങനെ വരുമ്പോ മാനും മുയലും ഒക്കെ കുറെ അധികം ഓമനത്വമുള്ള ജീവികളാണ്. എപ്പോഴും മുട്ടി ഒരുമിങ്ങ നടന്നു, തട്ടി തോർത്തിക്കൊണ്ടിരുന്നു. ആകെപ്പാടെ ഭരതൻ ജപിക്കാനിരിക്കുമ്പോഴേക്കും ഓടി വന്നിട്ട് മാന് മടിയിൽ കയറിയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും ഭരതൻ? ജപം കുറച്ച് കേട്ടാവാം, ഇതിന് തലോടി ഇരിക്കാം എന്ന് വിളിച്ച് മാനിനെ തലോടി മാനിന് ഓമനിച്ച് അങ്ങനെ ഇരിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ വലിയ താമസം ഉണ്ടായില്ല. ഈശ്വര ഭജനം കുറഞ്ഞ് ഇപ്പൊ ഈശ്വര ഭജനം ഇല്ല എന്നുള്ള ഘട്ടത്തിൽ എത്തിയിരിക്കാൻ ആലോചിച്ചു നോക്കൂ. ഇത് വല്ലാത്തൊരവസ്ഥയില്ലേ? എവിടെ എത്തിച്ചേർന്നിരുന്നു? അപ്പോ ഒന്നും കൂടി ആലോചിച്ചു നോക്കൂ. ആദ്യം മുതലേ എന്തായിരുന്നു കാര്യം? കൊട്ടാരത്തിൽ സ്ഥലമില്ലാത്തതുകൊണ്ടല്ല, നാട്ടില് ഇരിക്കാൻ ഒരിടവും കിട്ടാത്തതുകൊണ്ടല്ല കാട്ടിലേക്ക് വന്നത്. ഈശ്വര ഭജനം കൃത്യമാണെന്നുകൊണ്ടാണ് കാട്ടിലേക്ക് വന്നത്. കാട്ടിൽ വന്നിട്ട് ഈശ്വര ഭജനത്തിന് നല്ലോണം മുന്നോട്ട് പോയി കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോഴിതാ ഒരു മാനുമായിട്ടുള്ള ബന്ധം കൊണ്ട് മാനിനെ തന്നെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ഇയാൾ എന്തെന്നറിയോ? ഈ മാനിന്റെ രണ്ട് കാലും തോളത്തിട്ട് സ്കന്ധേനുദ്വഹതീന തോളത്തിട്ടൊക്കെ നടക്കാം. നടന്നിട്ട് കാലുവേദന വെച്ചിട്ട് കാലുവേദന ഉണ്ടാന്ന് വെച്ചിട്ടായിരിക്കും. തള്ളമാൻ പോലും മാൻകുട്ടി എടുത്ത് കിടക്കുന്നില്ല ഉണ്ടോ? പിന്നെ എന്തിനാണെങ്കിൽ എടുത്ത് നടക്കണം? ഇടയ്ക്ക് ഒരുതരം ഉന്മാദിയെ പോലെ ചന്ദ്രനെ നോക്കിയിട്ട് പറയും, അല്ലയോ ചന്ദ്രൻ, ആ മാനിനെ ഇങ്ങോട്ട് അയക്കൂ. അതായത് ചന്ദ്രന്റെ ബിംബത്തിൽ ഒരു മാനിന്റെ ഒരു രൂപമുണ്ടെന്ന് കവികൾക്കിടയിൽ ഒരു സങ്കല്പമുണ്ട്. അതുകൊണ്ട് ഇയാള് ഭ്രാന്ത് പിടിച്ചവരെ പോലെ പറയാണ്, ആ മാനിനെ ഇങ്ങോട്ട് അയക്കൂ, അല്ലെങ്കിൽ ഈ മാനിനെ ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് മാനിനെ എറിഞ്ഞു കൊടുക്കാൻ നടക്കുന്ന കാര്യമല്ലോ. ഇങ്ങനെയൊക്കെ തോന്നിയതർത്ഥം. ഏതായാലും ഇപ്പൊ എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈശ്വര ഭജനം തീരെയില്ല, കിടക്കുകയാണ്. ശയ്യാവലംബിയായിട്ട് കിടക്കുന്നു, മരണം കാത്ത് കിടക്കുന്നു. മരിക്കുമ്പോഴും അത്ഭുതം എന്ന് പറയട്ടെ, ഈ ഭരതന് മാനിനെ കുറിച്ച് തന്നെയായിരുന്നു ഓർമ്മയുണ്ടായിരുന്നത്. മാനിനെ തന്നെ ചിന്തിച്ച് മരിച്ചു. അതുകൊണ്ട് ഇദ്ദേഹം മാനായിട്ട് ജനിക്കുന്നു. ഇന്നലെ വൈകുന്നേരം പറഞ്ഞില്ലേ, ഏതൊരു ഭാവമാണോ മരിക്കുമ്പോൾ ഉണ്ടായിരിക്കുക, ആ ഭാവത്തിലേക്ക് നമ്മൾ ജനിക്കും.
യം യം ഭാവം സ്മരൻ നിത്യം ത്യജത്യന്തേ കളേബരം. ഇതൊരു പ്രസിദ്ധമായ ശ്ലോകമാണ് ഗീതയില്. അപ്പോ മാനിനെ തന്നെ ചിന്തിച്ചു, മരിച്ചു, മാനായിട്ട് ജനിക്കുന്നു താൻ. പക്ഷെ ഭാഗ്യം കൊണ്ട് ആ മാൻ മറ്റു മാനുകളുമായിട്ടൊന്നും കൂട്ടുകൂടാനോ കൂടുകൂട്ടാനൊന്നും പോയില്ല. ആശ്രമങ്ങളിലൊക്കെ ഇങ്ങനെ കഴിഞ്ഞു വന്നു. ആ മാനിന്റെ ജീവിതവും അവസാനിച്ചു. മാൻ ചത്തുതർത്ഥം. അടുത്ത ജന്മം ഇദ്ദേഹം ഒരു ബ്രാഹ്മണന്റെ, അങ്കിരസ് വംശത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണന്റെ മകനായിട്ട് ജനിക്കുന്നു. ഭാഗ്യം. അപ്പോഴും അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു, ഭാരതം മുഴുവൻ ഭരിച്ച ചക്രവർത്തിയായിരുന്നു ഞാൻ. മാനുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് മാനായി ജനിക്കേണ്ടി വന്നതെന്ന്. അപ്പൊ ഇവിടെ ആലോചിക്കൂ, ആ ഭരതൻ എന്ന ജന്മം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മോക്ഷം കിട്ടുമായിരുന്നു. ഈ ചെറിയൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ജനിക്കേണ്ടി വരികയാണ്. അപ്പൊ മാനിന്റെ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഈശ്വരൻ വരാൻ സാധിക്കുമോ? ഭാഗവതം വായിക്കാൻ പറ്റുമോ? നാമം ജപിക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അതുകൊണ്ട് മാനിന്റെ ജന്മം എങ്ങനെയൊക്കെയോ കഴിച്ചുകൂട്ടി വീണ്ടും മനുഷ്യനായിട്ട് ജനിച്ചിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് മനുഷ്യജീവിതം ഒരു അവസരമാണ്. ആദ്യം കിട്ടിയ അവസരം ഭരതൻ എന്ന ജന്മം, ആ അവസരം വേണ്ട പോലും ഉപയോഗിച്ചില്ല. ശ്രദ്ധ കുറഞ്ഞു, മാനായിട്ട് ജനിച്ചു, അവസരം പോയി. രണ്ടാമത് മാനായിട്ട് ജനിച്ചു. ഇപ്പോഴിതാ ഭാഗ്യം കൊണ്ട് വീണ്ടും മനുഷ്യൻ എന്നൊരു അവസരം കിട്ടിയിരിക്കാൻ ഭരതൻ തീരുമാനിച്ചു. ഈ ജന്മം കൊണ്ട് മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കും തീരുമാനിച്ചു. മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഏതൊരാളും ആദ്യം ഉപേക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ടത് ബന്ധങ്ങൾ ആണ്. ബന്ധങ്ങളെ കുറിച്ച് കരുതിയിരിക്കണം. ബന്ധങ്ങളിലേക്ക് പോയാൽ വലിയ പ്രശ്നമാണ്. സംഘമുണ്ടാകുമ്പോൾ മോക്ഷത്തിലെ താല്പര്യം കുറയും. സംഘമുണ്ടാകുന്നത് അഥവാ ബന്ധമുണ്ടാകുന്നത് എപ്പോഴും സംഭാഷണത്തിലൂടെയാണ്. സംഭാഷണയിലെ വല്ല ബന്ധമുണ്ടാവും? ഒന്നും മിണ്ടാണ്ട് കണ്ണും പിടിച്ചിരിക്കുന്ന ആരെങ്കിലും അടുത്ത് പോവോ? ആരും പോവില്ല. പണ്ടൊക്കെ എങ്ങനെയാ ബന്ധം ഉണ്ടാവുക? എന്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വെറുതെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരിക്കും നമ്മൾ. അപ്പൊ ആരോരാണ്, ഒരു പരിചയമില്ല, ഇതുവരെ കണ്ടിട്ടും കൂടിയില്ല. വെറുതെ വന്നിട്ട് ചോദിക്കും, അല്ല 8 മണിക്ക് കണ്ണൂർക്ക് പോകാനുള്ള ബസ് പോയോ? പോയിട്ടില്ല, ഞാനും ആ ബസ് കാത്തു നിൽക്കാൻ. നിങ്ങളെങ്ങോട്ടാ? ഞാൻ കണ്ണൂർക്കാണ്. കണ്ണൂർ എവിടെ? കണ്ണൂർ പരിയാരത്തേക്ക് പോകാൻ. പരിയാരത്ത് മെഡിക്കൽ കോളേജിലേക്ക്. മെഡിക്കൽ കോളേജിൽ ആരാ? അമ്മാവൻ അവിടെ കിടക്കാൻ. ആരാ അമ്മാവൻ? അമ്മാവൻ മട്ടന്നൂർ എവിടെ? കണ്ടില്ലേ? പറഞ്ഞു വലിയ ബന്ധാവുന്നില്ലേ? മിണ്ടാണ്ടിരുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓരോ ചോദ്യം ചോദിച്ച് പറഞ്ഞ് അവൻ ഫോൺ നമ്പർ കൊടുക്കുകയും വിളിക്കലായി ബന്ധമായി വലിയ വിഷയത്തിലേക്ക് പോകാൻ. അപ്പൊ ഇതൊന്നും തെറ്റാണെന്നല്ല. ബന്ധം ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടായിക്കോളും. പക്ഷെ ബന്ധം ഉണ്ടാക്കുമ്പോൾ മോക്ഷത്തിലേക്കുള്ള താല്പര്യം കുറയും. അത്രയേ ഉള്ളൂ. ബന്ധം ഉണ്ടാക്കുന്ന മോശമൊന്നും ഞാൻ പറഞ്ഞില്ല. ചിലർക്ക് ബന്ധം ഉണ്ടാക്കാൻ വലിയ ഉത്സാഹം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്ത് വിചാരിക്കുന്നു അതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ ഭരതൻ തീരുമാനിച്ചു, സംബന്ധമാഭാഷണ പൂർവമാഹു. എല്ലാ ബന്ധങ്ങളും ഉണ്ടാവുന്നത് സംഭാഷണപൂർവ്വമാണ്. അതുകൊണ്ട് സംഭാഷണം ചെയ്യില്ല, സംസാരിക്കില്ല എന്ന് ഉറപ്പിച്ചു. സാധാരണ കുഞ്ഞുങ്ങൾ ജനിച്ച കരയില്ലേ, കരയാൻ പോലും കൂട്ടാക്കിയില്ല. കാരണം കരച്ചിലെടുത്ത് ആർക്കെങ്കിലും സ്നേഹം തോന്നണ്ട. കുട്ടിയുടെ കരച്ചിലേക്കുമ്പോഴാണ് സ്നേഹം തോന്നാം. അതുകൊണ്ട് വേണ്ട തീരുമാനിച്ചു, മിണ്ടില്ല തീരുമാനിച്ചു. കുട്ടികളിങ്ങനെ വളർന്നു വരുമ്പോൾ നമ്മൾ കിൽക്കാൻ പറ്റി കാണിക്കും. നിരന്തരമായിട്ട് അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. കുട്ടികളോട് അങ്ങോട്ട് നിരന്തരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി വേഗം ഇങ്ങോട്ട് സംസാരിച്ച് തുടങ്ങും. സംസാരിക്കാനുള്ള പ്രേരണ കുട്ടിക്ക് ഉണ്ടാവും. ഒന്നും മിണ്ടുന്നില്ലെങ്കിലോ കുട്ടി ഒന്നും സംസാരിക്കില്ല. ഒരിക്കലും പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞിനെ ഒരു മുറിയിൽ കൊണ്ട കിടത്തി. ആരും എടുത്ത് പോകുന്നില്ല. എന്തിനേ പോവുള്ളൂ? ഈ വാതിൽ കഷ്ടിച്ചൊന്ന് തുറന്ന് ഭക്ഷണം കൊണ്ടു കൊടുക്കും, തിരിച്ചു പോരും. വർഷങ്ങൾ കഴിഞ്ഞപ്പം കുട്ടിക്ക് ആകപ്പാടെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരൊറ്റ ശബ്ദം ഈ വാതില് തുറക്കുന്നതിന്റെയും അടയ്ക്കുന്നതിന്റെയും ശബ്ദം മാത്രമാണ്. കണ്ടീഷനിങ് എന്ന് പറയും. അപ്പോ അത് രൂപപ്പെടുത്തി വെക്കലാണ്, പരുവപ്പെടുത്തി വെക്കാൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ സംസാരിക്കും. ഇതൊക്കെയാണ് പൊതുവെ കണ്ടുവരുന്ന രീതി. ശബ്ദങ്ങൾ കേൾപ്പിക്കും, നിറങ്ങൾ വ്യത്യസ്തമായിട്ട് കാണിക്കും. ഇതൊക്കെ പഠിപ്പിക്കുകയാണ് ശരിക്കും. കിളിക്കാൻ പറ്റി വെറും കളിപ്പാട്ടമല്ല. അത് ഒരു കുട്ടിയുടെ കയ്യിലേക്ക് കളിപ്പാട്ടം കൊടുത്തു നോക്കി അത് പോയി പിടിക്കും, കടിച്ചു നോക്കും. എന്താ കടിച്ചു നോക്കാൻ കാര്യം? അതിന്റെ കട്ടി എത്രയെന്ന് മനസ്സിലാക്കാൻ പഠിക്കുകയാണ്. ഇപ്പൊ ഈ ഗ്ലാസ് ഞാനിങ്ങനെ എടുത്ത് പൊക്കുമ്പോ എനിക്ക് ഒരു കൈ കൊണ്ട് 2 വിരലോണ്ട് ഗ്ലാസ് പൊക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് എവിടെ നിന്ന് കിട്ടി ഈ ജ്ഞാനം? ഈ ഗ്ലാസ്സില് ഇത്രയേ ഭാരമുള്ളൂ എന്നൊരു അറിവ് എനിക്കില്ലേ? അതുകൊണ്ടല്ലേ. അല്ലാണ്ട് ഒരു മെഷീൻ കല്ല് എടുത്ത് പൊക്കുന്നപോലെ 2 കൈ കൊണ്ടൊക്കെ എടുത്ത് പൊക്കാൻ ആവശ്യമുണ്ടോ? ഗ്ലാസ് ഇല്ല. അപ്പൊ ഈ ഒരു അറിവ് എനിക്കുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടി? ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത വിജ്ഞാനമാണ് ഈ ജ്ഞാനമൊക്കെ. അപ്പൊ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കും. അതിന്റെ ഭാഗമായിട്ട് അച്ഛനന്മാർ പലതും ശ്രമിച്ചു. പക്ഷെ ഇയാള് ഒരു സംശയമില്ല, ഒരക്ഷരം മിണ്ടിയില്ല എന്നർത്ഥം. കുറച്ച് പ്രായം കഴിഞ്ഞപ്പോ ബ്രാഹ്മണർക്ക് ഒരു ഉപനയനം മുതലായ കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ഉപനയനം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? പൂണൂലിടൽ കർമ്മം. ആ സമയത്ത് ഗായത്രി മന്ത്രം ഉപദേശിക്കും. ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ താരതമ്യേന്റെ എളുപ്പമുള്ള മന്ത്രമാണ്. വലിയ കഷ്ടപ്പാടൊന്നുമില്ല ചൊല്ലാൻ, കട്ടിയുള്ള വാക്കൊന്നുമില്ല. അതൊരു പ്രാവശ്യം ചൊല്ലും, അത് കേൾപ്പിക്കും.
എന്നിട്ട് ഇങ്ങോട്ട് ചൊല്ലിക്കും, പദം മുറിച്ച് ഓരോ പദമായിട്ട് ചൊല്ലും, അർത്ഥം ഇങ്ങനെയൊക്കെയാണ് ഉപദേശം. ഇതൊക്കെ ചെയ്തു. പക്ഷെ ഈ പഠിച്ചവണി 18 ചെയ്തിട്ടും ഇയാളൊന്നും മിണ്ടുന്നില്ല. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ ഇയാളെ ഉപേക്ഷിച്ചു. ഇയാളെ ജഡൻ എന്ന് പരിഹസിച്ച് വിളിച്ചു. ഇയാളെ ബുദ്ധിക്ക് കാര്യമായി തകരാറുണ്ട് എന്ന് കാണിച്ചു, പരിഹസിച്ചുകൊണ്ടിരുന്നു ആൾക്കാര്. പിന്നെ ഉപേക്ഷിച്ചു ഇയാളെ. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിന്റെ അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോ മക്കളെ മുഴുവൻ വിളിച്ചു കൂട്ടി അടുത്തേക്ക് നിർത്തി. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, ഈ ഭരതന്റെ കാര്യം കുറച്ച് കഷ്ടമാണ്. നിങ്ങളെ പോലെ സാമർഥ്യം ഇല്ല ആൾക്ക്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആളെ നല്ലോണം ശ്രദ്ധിക്കണം. നിങ്ങൾ മാത്രം സന്തോഷമായിട്ട് സുഖിച്ച് ജീവിച്ചങ്ങ് പോയാൽ പോരാ, ഇയാളെ കൂടി ഒന്ന് കരുതണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ കാലശേഷം ഈ മക്കൾക്കുണ്ടോ ഇയാളോട് വല്ല സ്നേഹം തോന്നാൻ? സഹോദരന്മാർക്ക് കാരണം സ്നേഹം തോന്നണമെങ്കിലും അനുകൂലമായ ഒരു ഭാവം വേണ്ടേ? ഇത് സ്നേഹിച്ചാലേ കൊള്ളാം, ചീത്ത വിളിച്ചാലേ കൊള്ളാം, നല്ല വാക്ക് പറഞ്ഞാലേ കൊള്ളാം, മോശമായ വാക്ക് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഇരിക്കും. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, നടക്കാൻ പറഞ്ഞാൽ നടക്കും. ഒരക്ഷരം ഒരിക്കലും മിണ്ടില്ല. ഭക്ഷണം കൊടുത്താൽ കഴിക്കും, കൊടുത്തില്ലെങ്കിൽ പരാതിയില്ല. ഇന്നലെ 7 മണിക്ക് ഭക്ഷണം കിട്ടി, ഇന്നിരുന്നാ 8 മണിയാ പറയും, എന്ത് തരാത്തത് ചോദിക്കില്ല. ഇന്നലെ നല്ല സ്വാദിഷ്ടമായത് കിട്ടി, ഇനിയിപ്പോ മഹാമോശമായിട്ടുള്ള ഭക്ഷണം, പരാതി പറയില്ല. അവരൊക്കെ നല്ലത് കഴിക്കുന്നു, ഇയാൾക്ക് മോശമായിട്ട് കൊണ്ടു കൊടുക്കുന്നു, ഒരു പരാതിയില്ല. ഇവിടെ പറഞ്ഞെന്തറിയോ? കണപിന്യാക സ്ഥാലീ പുരുഷാദീനി അപി അമൃതപദഭ്യവഹരതി എന്നാണ്. സ്ഥാലി പാത്രം, പുരീഷം അടിയിൽ പിടിച്ചത് എന്ന് പറഞ്ഞാൽ പാത്രത്തിന്റെ അടിയിൽ പിടിച്ചതും വലിച്ചതും പുളിച്ചതും തലേന്നത്തതും ബാക്കിയുള്ളതൊക്കെ ഇയാളെ മുമ്പ് കൊണ്ടുവിട്ടല്ലേ ഇയാള് അമൃത് പോലെ കഴിക്കുന്ന. കാരണം ഇദ്ദേഹത്തിന് അറിയാം, അന്നം ന നിന്ദ്യാത്, ഭക്ഷണ പദാർത്ഥങ്ങൾ നിന്ദിക്കാൻ പാടില്ല എന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് പരാതി ഒന്നും പറയാതെ അങ്ങനെ കഴിഞ്ഞു വന്നു. ഞാനിതിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ, ഇങ്ങനെ 1 മണിക്കൂർ സമയം നമുക്ക് ജീവിക്കാൻ പറ്റുമോ? 1 മണിക്കൂർ സമയം പറ്റുമോ? ഒരു പരാതിയും ആരോടും പറയാതെ, ഒരക്ഷരം സംസാരിക്കാതെ, എന്ത് വന്നാലും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? എന്തൊക്കെ കാര്യങ്ങൾ നമുക്കുണ്ട്, പറ്റുമോ? പറ്റും. നന്നായി, സന്തോഷം. ഒരു പരാതിയും ഒന്നിനോടും പറയുക മാത്രമല്ല, മനസ്സിൽ ചിന്തിക്കുക പോലും സാധിക്കില്ല എന്നർത്ഥം. ഈ അമ്മയ്ക്ക് പറ്റുന്ന നല്ല കാര്യം. മൗനവ്രതം അനുഷ്ഠിച്ചവരുണ്ടോ? ഒരു ദിവസം മുഴുവൻ മൗനവ്രതം അനുഷ്ഠിച്ചവരുണ്ടേ? കൈവക്കും. ഉണ്ടോ? ഒരു ദിവസം മുഴുവൻ. സന്തോഷം, നല്ല കാര്യം. വലിയ ബുദ്ധിമുട്ടാ. സപ്താഹമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒന്ന് മൗനവ്രതമായിട്ട് കുടുംബത്തിൽ എല്ലാവരോടും പറഞ്ഞിട്ട് മതി കേട്ടോ. എല്ലാവരോടും പറയണം. എന്താ കാര്യം അറിയോ? മൗനവ്രതമായിട്ട് ഇരിക്കും, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും, ഇയാൾക്ക് പറയാൻ പറ്റില്ല, ആംഗ്യം കാണിക്കും. മറ്റേ ആംഗ്യം മനസ്സിലല്ലേ ദേഷ്യം പിടിക്കും. അവസാനം ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നേരത്തെ എത്ര പ്രാവശ്യം പറഞ്ഞു എന്നൊക്കെ വെച്ചിട്ട് അടിപിടി ബഹളാവും. അതുകൊണ്ട് എല്ലാവരോടും പറയാം, എന്നോടൊന്നും പറയണ്ട, ഞാനൊന്നും പറയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ട് ഒന്ന് ഇരുന്ന് നോക്കൂ. വലിയ ബുദ്ധിമുട്ടാണ്. ഭക്ഷണം ഉപേക്ഷിക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരാം, വെള്ളം കുടിക്കാണ്ടിരിക്കാനും പറ്റിയെന്ന് വരാം. പക്ഷെ മൗനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാലേ നല്ല പ്രയാസമാണ്. ശരി, ഏതായാലും ഇദ്ദേഹം ജനിച്ചിട്ട് ഇതുവരെ ഒരക്ഷരം പോലും സംസാരിച്ചില്ല. അപ്പോ ഇയാളെ കൊണ്ട് എന്തെങ്കിലും പണിയെടുപ്പിക്കണ്ടേ? ഒരു കാര്യം ചെയ്യില്ല അർത്ഥം, ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളഞ്ഞു നിൽക്കുന്ന പാടത്തൊക്കെ ഇയാളെ കൊണ്ടുപോയി കാവൽ നിർത്തും. എന്താ ഉദ്ദേശം എന്നറിയോ? ഈ പക്ഷികളൊക്കെ വരുമ്പം വല്ലാണ്ട് വിളകളെ നശിപ്പിക്കുമ്പം ആട്ടിത്തെളിക്കണം, അതിന് വേണ്ടിയിട്ടാ കൊണ്ടിരുത്തുക. പക്ഷെ ഇയാൾ അവിടെ പോയിട്ട് ചിരിച്ചു പോകുന്നെങ്കിൽ ഇരിക്കും. ഒരൊറ്റ പക്ഷിയെ ആട്ടൊന്നുമില്ല, തെളിക്കൂല, അവിടെ ഇങ്ങനെ ഇരിക്കും. എന്താ ഇയാളുടെ വിചാരം? ഇയാളുടെ മനസ്സ് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് വിഷയം. എന്താ വിചാരം? പക്ഷികളെ കൊണ്ട് മനുഷ്യൻ എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട് അല്ലേ? ഒരു വിത്ത് തേങ്ങ നട്ട് കഴിഞ്ഞാൽ നമ്മളെ കാര്യം കഴിഞ്ഞു. അത് വളർന്നു വരുന്നതിന്റെ ഭാഗമായിട്ട് പ്രകൃതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ സമ്മേളിക്കേണ്ടതുണ്ട്. പരാഗണം നടത്തുന്നത് നമ്മളാണോ? പരാഗണം നടക്കണ്ടേ? നല്ല തേങ്ങ ഉണ്ടാവുള്ളൂ. പരാഗണം നടക്കുന്നത് നമ്മളല്ല. അപ്പൊ ഇങ്ങനെ എല്ലാ ജീവജാലങ്ങളെ കൊണ്ടും മനുഷ്യന് ഒരുപാട് പ്രയോജനമുണ്ട്. പക്ഷികൾ കഴിക്കട്ടെ, അതിന്റെ വാക്ക് മതി എന്ന് അദ്ദേഹം ചിന്തിക്കുമായിരുന്നു. ആ ബ്രഹ്മബുദ്ധി കൊണ്ടായിരിക്കാം അദ്ദേഹം കാവൽ നിൽക്കുന്ന പാടത്തൊക്കെ 100 മേനിയും 1000 മേനിയുമായിട്ട് വിളവ് വർദ്ധിച്ചു വന്നുകൊണ്ടാണ്. ആ മനസ്സിന്റെ വിശുദ്ധി കൊണ്ടാണ്, ബ്രഹ്മബുദ്ധി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അത്രയധികം ഭക്തനായിരുന്നു. ഒരു ഉറുമ്പിന് പോലും ഒരു ദ്രോഹം ചെയ്യണമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ കഥ. അങ്ങനെ ഇരിക്കെ ആ നാട്ടിലുണ്ടായിരുന്ന ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു ഒരു നാട്ടുപ്രമാണി, ഒരു ഇടപ്രഭു എന്നൊക്കെ പറയാം, ഒരു പള്ളി പണക്കാരൻ. അയാൾക്ക് മക്കളുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് അയാൾക്ക് വലിയ ദുഃഖം ഉണ്ടായിരുന്നു. അപ്പൊ ആരോടാണ് പറഞ്ഞു, ഇവിടെ അടുത്തൊരു നരബലി ചെയ്താൽ, ഒരു ക്ഷേത്രം, കാവ് പോലത്തെ സ്ഥലം, അവിടെ പോയി ഒരു നരബലി ചെയ്താൽ, ഭദ്രകാളി കാവാണ്, അവിടെ പോയിട്ട് നരബലി ചെയ്തു കഴിഞ്ഞാൽ ഒരു മകൻ ജനിക്കും എന്നാരോ പറഞ്ഞു കൊടുത്തു. ആലോചിച്ച് നോക്കൂ, വെട്ടിട്ട് ഒരമ്മയുടെ മകനെ വെട്ടിക്കൊന്നിട്ട് ഈ അമ്മയ്ക്ക് ഇയാൾക്ക് മകനുണ്ടാവുമെന്ന് വിചാരിക്കുക, ചിന്തിക്കാൻ പറ്റുമോ? അപ്പോ വേദം വാസ്തവത്തിൽ ഹിംസ അംഗീകരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം വേദത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ആശയം തന്നെ മാ ഹിംസീ പുരുഷം ജഗത് എന്നാണ്. പുരുഷം
ജഗത്. ഈ വേദത്തിന്റെ അതേ താല്പര്യമാണ് നമ്മൾ രാവിലെ ജപിക്കുന്ന സഹസ്രനാമം. ആദ്യത്തെ വാക്യം എന്താ? വിശ്വം വിഷ്ണു. എന്താ വാക്കിന്റെ അർത്ഥം? വിശ്വം ലോകം, വിഷ്ണു ഭഗവാൻ. അപ്പോ വിശ്വം സമം വിഷ്ണു, ലോകം മുഴുവൻ ഭഗവാനാണ്. ഇപ്പൊ ലോകം മുഴുവൻ ഭഗവാനാണെങ്കിൽ പിന്നെ ഭഗവാന്റെ സൃഷ്ടിയായ മറ്റൊരു ജീവിയെ വധിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. പിന്നെ എന്തുകൊണ്ട് വേദത്തിൽ ഹിംസ കടന്നുകൂടി എന്നുള്ളതിനെ കുറിച്ച് ആചാര്യന്മാരെ പലരും പറഞ്ഞു തരും. എന്ത് പറഞ്ഞു? ഹിംസിക്കാൻ പാടില്ല വാസ്തവത്തിൽ. അഥവാ ഈ ഹിംസിക്കണം, എന്തിനെ ഹിംസിക്കണം? അധ്വരത്തിൽ യാഗശാലയിൽ ഉള്ളിലുള്ള പശു എന്ന ചിന്തകളെ മുഴുവൻ, മൃഗീയമായ വാസനകളെ മുഴുവൻ ഹോമിക്കൂ എന്നാണ് പറഞ്ഞത്. ഈ മൃഗീയമായ വാസനകളെ ഹോമിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോ അതേ സമയത്ത് മൃഗത്തെ വെട്ടിക്കൊല്ലാൻ കുറച്ച് ആൾക്കാരെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ, നല്ല മൂർച്ചയുള്ള വെട്ടുകത്തി ഉണ്ടെങ്കിൽ, ആവേശം കുറച്ചുള്ള ഒരാൾക്ക് ഒന്നിനെ വധിക്കാൻ പറ്റും. അങ്ങനെ വധിക്കേണ്ട വല്ല കാര്യമുണ്ടോ വാസ്തവത്തിൽ? ചിന്തിക്കൂ. ശരി, ഏതായാലും വേദം അംഗീകരിക്കുന്നില്ല. പക്ഷെ ഇതൊന്നും വേണ്ടതുപോലെ മനസ്സിലാക്കാൻ പറ്റാത്ത പിന്നീട് വന്നവര് അനുഷ്ഠാതൃണാം കാമോഭവാത് എന്നൊരു വാക്യമുണ്ട്. അനുഷ്ഠിക്കുന്നവരുടെ കാമസങ്കല്പം കൊണ്ടാണ് ഹിംസ വേദത്തിൽ കടന്നുകൂടിയത് എന്നാണ്. ശരി, ഇതൊക്കെ വലിയ വിഷയം അവിടെ ഇരിക്കട്ടെ. ഇവിടെ നരബലി ചെയ്യാൻ തീരുമാനിച്ചു. അതിനൊരാളെ അവിടെ ഇങ്ങനെ തടവിലിട്ട് പാർപ്പിക്കുന്നുണ്ടായിരുന്നു. അയാള് മനസ്സിലാക്കുന്നു കൊല്ലാനാണ് പദ്ധതി എന്ന്. അയാൾ ചാടിപ്പോയി. ഈ വെളിച്ചപ്പാട്, ഇത് വെട്ടിക്കൊല്ലുന്ന ആളല്ലേ, അയാൾ വന്നിട്ട് പറഞ്ഞു, ചാടിപ്പോയ ആളെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും വെട്ടിയിട്ട് ഞാൻ കുരുതി കൊടുക്കും. ഈ പരിക്രമിമാരുണ്ടാവില്ലേ സഹായിക്കുന്നവര്, അവരോട് പറഞ്ഞു. അവര് ആകപ്പാടെ പരിശ്രമിച്ചു. ഏവം പുരുഷാന്വേഷണ സമയേ, ഒരാൾ അന്വേഷിക്കുന്ന പരക്കം പാഞ്ഞോണ്ടിരിക്കുക അവര്. അപ്പോഴുണ്ട് ഒരു പാടത്ത് വീരാസനം, കാലുമ്പോ കാലും കയറ്റി ഇരിപ്പാണ് വീരാസനം. ഒന്ന് മനസ്സിൽ സങ്കല്പിക്കൂ. ആ പച്ച പാടത്ത് വിളഞ്ഞു നിൽക്കുന്ന, പൊന്നുപോലെ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടത്തിന്റെ ഇടയില് ഒരു വരമ്പില് സുഖമായിട്ട് നല്ല ചുട്ടുകൊള്ളുന്ന വെയിലില് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭരതൻ എന്ന് സങ്കല്പിക്കും. കാലുമ്പോ കാലൊക്കെ വെച്ചിരിക്കുന്ന ഇരിക്കുന്ന ഭരതൻ. സമ്മതിക്കണം, അങ്ങനെ ഇരിക്കുകയാണ് ഭരതൻ. ആ ഭരതന്റെ അടുത്തേക്ക് ഇവര് ചെന്നു. ഒറ്റപ്പെട്ട ആളല്ലേ, ഒറ്റപ്പെട്ട ആളാണ്. ആരെങ്കിലും അടുത്തുണ്ടെങ്കിലേ തെളിവാവില്ലേ, കൊല്ലാവുള്ളൂല്ലേ, വലിയ പ്രശ്നമില്ലേ. അതുകൊണ്ട് ഒറ്റപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കി അടുത്തേക്ക് ചെന്നു. തോളത്ത് തട്ടി വിളിച്ചു. ഞങ്ങൾ മുഖത്തേക്ക് നോക്കി. ആരാ? ഒരു പരിചയമില്ല. ഭരതൻ നോക്കിയപ്പോഴോ പറഞ്ഞു, എഴുന്നേക്കുമോ എന്ന് പറഞ്ഞു. അനുസരണയുടെ കുട്ടിയെ പോലെ വേഗം ഭരതൻ എഴുന്നേറ്റു. എന്നിട്ട് നടക്കാൻ പറഞ്ഞു. നടന്നു. അപ്പൊ നമ്മളാണ് എന്തൊക്കെ ചോദിക്കുമ്പോ ആരും ഒരു പരിചയമില്ലാത്ത രണ്ടു മൂന്ന് ആൾക്കാരെ വന്നിട്ട് എഴുന്നേക്കൂ നടക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്നും ഉണ്ടെങ്കിൽ നടക്കുവോ? ഇവിടെ ഭരതൻ നോക്കൂ, ഒരു പരാതിയില്ല. എങ്ങോട്ടോ കൊണ്ടുപോയിക്കൊള്ളട്ടെ, എന്തോ സംഭവിക്കട്ടെ. കാരണം ഭഗവാന്റെ ഇച്ഛയില്ലാതെ, ഭഗവാന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒന്നും സംഭവിക്കില്ലെന്ന ഉറച്ച ബോധ്യമാണ്. ആ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്കും ആരുടെ കൂടെയും എങ്ങോട്ടും പോവാൻ. ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ എനിക്ക് പേടിയുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഭഗവാൻ ഇല്ലേന്നൊരു സംശയം കൊണ്ടാ. തിരുവനന്തപുരത്തും ഭഗവാനുണ്ട്, കാസർഗോഡും ഭഗവാനുണ്ട്, സകല ദിക്കിലും ഭഗവാനുണ്ട്. ഭഗവാനില്ലാത്ത സ്ഥലത്തേക്കാ പോകുന്ന വെച്ചാൽ കുറച്ച് കുഴപ്പം. ലോകത്തിന്റെ പുറത്തേക്ക് പോകാൻ കുറച്ച് വിഷമുണ്ട്. എവിടെയാ ഭഗവാൻ ഇല്ലാത്ത സ്ഥലം? ലോകത്തിന്റെ പുറത്തും ഭഗവാനില്ലേ? എവിടെയും ഭഗവാനുണ്ടെന്ന് അർത്ഥം. ഇതങ്ങോട്ട് മനസ്സിൽ, ഇത് വെറുതെ പറഞ്ഞാൽ പോരാ, ഇത് വെറുതെ കേട്ടാൽ പോരാ, മനസ്സിൽ ഈ ചിന്ത അങ്ങോട്ട് ഉറയ്ക്കണം. അപ്പൊ പിന്നെ സംശയമില്ല, എങ്ങോട്ടും പോവാം, ആരുടെ കൂടെയും പോവാം. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു അരുവി, ആ അരുവിയിൽ ഇറക്കിയിട്ട് ആനയൊക്കെ കുളിപ്പിക്കില്ലേ പാപ്പമാര് വന്നിട്ട്, അതുപോലെ ഇയാളെ വസ്ത്രമൊക്കെ മാറ്റി കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചു. ഭസ്മം ചന്ദനമൊക്കെ പുറിയിടിച്ചു, പട്ട് ചാർത്തി, തെച്ചിപ്പൂവിന്റെ ഒക്കെ മാല കൊണ്ടുപോയി ചാർത്തി. ആനയൊക്കെ നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ആനയെ കൊണ്ടുവരുന്നവരെ ഇയാൾ ഇങ്ങനെ നടത്തിച്ച് കൊണ്ടുപോകാൻ. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോ എന്താ നിങ്ങളുടെ ഉദ്ദേശ്യം? നിങ്ങളെനിക്ക് മുമ്പ് പരിചയമൊന്നുമില്ല, എന്താ ചെയ്യാൻ പോകുന്നത് ഒന്ന് പറയൂ എന്ന് പറഞ്ഞു പോകില്ലേ? ചോദിച്ചു പോകില്ലേ? ആരായാലും മിണ്ടിയിട്ടില്ല, ഇതുവരെ മിണ്ടിയിട്ടില്ല. ശരി, നേരെ കൊണ്ടുപോകുന്നു. ഭദ്രകാള്യാ പുരത ഉപവേശയാമാസു. ഭദ്രകാളിയുടെ മുമ്പിൽ, ആ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ മുമ്പിലേക്ക് ഇയാളെ കൊണ്ടുപോകാൻ. എപ്പോ? നിശീഥ സമയേ, അർദ്ധരാത്രി സമയമാണ്. സാധാരണ ഒരാളെ ഈ സമയത്ത് അങ്ങോട്ട് കൊണ്ടുപോയാൽ തന്നെ പേടിയോ? എന്തിനാ ഈശ്വരൻ എന്നെ അവിടെ കൊണ്ടുപോകുന്നത്? കാരണം പന്തങ്ങൾ ഇങ്ങനെ എരിയുന്നു, അതിലേക്ക് തെള്ളിപ്പൊടി വാരി എറിയുന്നു, അതിങ്ങനെ ആളിക്കത്തുന്നു, മാദകമായ ശബ്ദത്തിൽ കുടൽ വിളിക്കുന്നു, മേളം ഇങ്ങനെ മുറുകി വരുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എന്തിനാ കൊണ്ടുവന്ന് ചോദിച്ചില്ല. അവിടെ ഒരു ബലിപീഠമുണ്ട്, ഇതുപോലെ കരിങ്കൽ തറ. ആ കരിങ്കൽ തറയിലേക്ക് കയറി കിടക്കാൻ പറഞ്ഞു. എന്തൊരു അനുസരണം അറിയോ? സുഖമായിട്ട് കയറി കിടന്നു കൊടുത്തു. തല കുറച്ചും കൂടി നീക്കി വെക്കും, വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ടേ കുറച്ചും കൂടി നീക്കി വെക്കൂ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണ്ട, വെച്ചുതരാം എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് തലയൊക്കെ വെച്ചിട്ട് ECG ഒക്കെ എടുക്കാൻ കിടന്നു കൊടുക്കുന്നില്ലേ,
അതുപോലെ സുഖമായിട്ട് അവിടെ കിടന്നു വെക്കാൻ ആലോചിച്ചു. ഇത് ഞാനിങ്ങനെ പറയുന്നത് അത്ഭുതമാണിതേ, അത്യത്ഭുതമാണ് ഇങ്ങനെ ഒരു ഭക്തന്റെ കഥ. ശരി, ഏതെല്ലാം അവിടെ കിടക്കുന്നു. ഇനിയിപ്പോ ഭരതന് മനസ്സിലായി എന്താ നടക്കാൻ പോകുന്ന കാര്യം എന്നുള്ള, ഏറെക്കുറെ മനസ്സിലായി എന്താ നടക്കാൻ പോകുന്നത്. ആ നട അടഞ്ഞു കിടക്കാണ്. ആ മേളങ്ങനെ മുറുകി മുറുകി വരും. അടുത്ത നിമിഷം ആ നടയങ്ങോട്ട് തുറക്കും. അതിൽ നിന്നും വെളിച്ചപ്പാട് പുറത്തേക്ക് ചാടി വീഴും. അയാളെ കയ്യിൽ വാളുണ്ടായിരിക്കും. അട്ടഹസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ഈ തെയ്യം നടക്കുന്ന സ്ഥലത്തൊക്കെ പോയി കാണുന്നില്ലേ? അട്ടഹസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഭരതനെ വെട്ടിക്കൊല്ലും. രക്തം ഭഗവതിയുടെ വിഗ്രഹത്തിലേക്ക് ചീറ്റി തെറിപ്പിക്കും. ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഏറെക്കുറെ ഭരതനെ മനസ്സിലായിട്ട് പോലും സ്വശിര ആപതിദേവി, മനസ്സിലായിട്ട് പോലും യഥാസംഭ്രമ, ഒരു പരിഭ്രമം ഉണ്ടായില്ല എന്നർത്ഥം. അവിടെ കിടക്കാൻ ഒരു ലവലേശ മുഖത്തൊരു ഭാവവ്യത്യാസം ഒന്നുമില്ല. അവിടെ കിടക്കാൻ പറഞ്ഞതുപോലെ ആ മേളങ്ങനെ മുറുകി മുറുകി വന്നു. അതിങ്ങനെ ഭീകരമായ താളത്തിന് കൊമ്പൊക്കെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ നടയെ കൊണ്ട് തുറന്നു. അട്ടഹസിച്ചുകൊണ്ട് വാളും കൊണ്ട് വെളിച്ചപ്പാട് പുറത്തേക്ക് ചാടി വീഴുന്നു. ചാടി വീണ വെളിച്ചപ്പാട് അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടഹസിച്ചുകൊണ്ട് ഓടി നടക്കുന്നു. പരാക്രമം തന്നെയാണ്. ഈ ഭരതന്റെ അടുത്തേക്ക് പോയിട്ട് വാള ഓങ്ങി വെട്ടും എന്ന് കണ്ടപ്പോഴേക്കും ഭദ്രകാളിക്ക് തോന്നുകയാണ് രക്ഷയില്ല, ഇനിയും ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ദന്തഹ്യമാനേന വപുഷ സഹസോച്ചജാഡാസൈവദേവി ഭദ്രകാളി, ചുട്ടുകൊള്ളുന്ന ശരീരത്തോട് കൂടിയിട്ട് അതിഭീകരമായി അട്ടഹസിച്ചുകൊണ്ട് ആ ഭഗവതി ഭദ്രകാളി പുറത്തേക്ക് ചാടി വീഴുന്നു. അതിഭീകര രൂപമാണ്. കറുത്ത നിറം, തലയോട്ടിക്കൊണ്ടുള്ള മാല, അനവധി കൈകൾ, കൈകളിലൊക്കെ വിവിധങ്ങളായ ആയുധങ്ങൾ, മുടിയൊക്കെ ഇങ്ങനെ പാറി പറക്കുന്നു. ദംഷ്ട്ര ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. രൂക്ഷമായ കണ്ണുകളാണ്. ഇങ്ങനെയൊക്കെയുള്ള ഭദ്രകാളി പുറത്തേക്ക് ചാടി വീണു. എന്നിട്ട് നേരെ ഈ വെളിച്ചപ്പാന്റെ അടുത്ത് കൈ കാണിച്ചു, കൈ നീട്ടി. അപ്പൊ ഈ വെളിച്ചപ്പാന്റെ വിചാരം എന്താ? ഇവരുടെ വിചാരം എന്താ വെച്ചാൽ ഇപ്പോഴും ഈ ചെയ്തൊക്കെ അബദ്ധമായി പോയിട്ടുള്ള വിചാരം ഇവർക്കില്ല. എന്താ ഇവരുടെ വിചാരം അറിയോ? ഭദ്രകാളി എന്നെ നേരിട്ട് വന്ന് വെട്ടി ചോദിക്കാനുള്ള പദ്ധതിയാവുന്ന. അങ്ങനെയല്ലേ ചിലരെ ഈ ഇളനീര് കൊടുത്താൽ വേണ്ട, ഞാൻ വെട്ടി കുടിച്ചോളാന്ന് പറയാ, കണ്ടിട്ടില്ല? അങ്ങനെ വെട്ടിത്തീരും, ഞാൻ തന്നെ വെട്ടി കുടിച്ചോളാന്ന് പറയാം. അതുപോലെ ഈ ഭദ്രകാളി നേരിട്ട് ഞാൻ തന്നെ വെട്ടി കുടിച്ചോളാന്ന് വിചാരിച്ചിട്ട് ആയിക്കോ വരുന്നുണ്ടാവുക. കാരണം തിരക്ക് കൂട്ടിയിട്ടേ സമയം മതിയാവാത്തോണ്ട് വേഗം വേണം എന്നുള്ളതിലേക്ക് ആണോ ഓടി വന്നിരിക്കുന്നത് എന്നുള്ള ഭാവം ആണ് ഇവർക്ക്. കൈ കാണിച്ചപ്പോഴേക്കും വേഗം വാളിലായിരിക്കും. വേഗം വാളങ്ങോട്ട് കൊടുത്തു. വാളങ്ങോട്ട് വാങ്ങിയില്ലേ? തേനീവാസിന, ആ വാളിങ്ങോട്ട് വാങ്ങി. ആരൊക്കെയാണോ ഈ നിർമ്മലനായ ബ്രഹ്മഭൂതനായ നിഷ്കളങ്കനായ ബ്രഹ്മബുദ്ധി ഉറച്ചിട്ടുള്ള ഭരതനെ വെട്ടിക്കൊല്ലാൻ നിൽക്കുന്നത്, അവരെ മുഴുവൻ ഭദ്രകാളിയെ കൊണ്ട് വെട്ടിക്കൊല്ലുന്നതാണ്. ആ രംഗൊന്ന് മനസ്സിലാലോചിച്ചു. ഓരോരുത്തരും ഇങ്ങനെ വെട്ടിക്കൊല്ലപ്പെടാൻ, ഒരാളെ കൊല്ലുമ്പോ മറ്റാളിങ്ങനെ ഓടുന്നുണ്ടാവില്ലേ? പേടിച്ച് ഉറച്ചിട്ട് ആ കിണ്ടിയും ധൂപക്കുറ്റിയും മണിയൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഓടുന്നുണ്ടാവില്ലേ? എന്നൊന്നും ചെയ്യരുതേ, ഞാനല്ലാന്നൊക്കെ പറയുന്നുണ്ടാവും. നിൽക്കും അവിടെ എന്ന് മേടിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് ഓടുന്നു. വെട്ടി തലകൊയ്ത് ഇപ്പൊ ആരേ ബാക്കിയുള്ളൂ? മനുഷ്യനായിട്ട് ഭരതനുണ്ട്, പിന്നെ ഭദ്രകാളിയുണ്ട്. ഭദ്രകാളിക്ക് ഈ മുഴുവൻ പേരെയും കൊന്നിട്ടും കോപമടങ്ങുന്നില്ല. അതിഭീകരമായിട്ട് ദേഷ്യം ഇങ്ങനെ തളച്ചു പറയുന്ന ക്രോധം. അപ്പോ ഭദ്രകാളി നൃത്തം ആരംഭിച്ചു. അതിഭീകരമായിട്ടുള്ള ചുടൽ നൃത്തം പോലെ നൃത്തം ആരംഭിച്ചു. അങ്ങനെ നൃത്തം വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുറിഞ്ഞു വീഴുന്ന തല കാണുന്നത്. വെട്ടിയിട്ട് മുറിഞ്ഞ തലയില്ലേ, ആ തല കാണുമ്പോ പന്ത് പോലെ തോന്നുകയാണ്. ചവിട്ടി തെറിപ്പിക്കുന്നു പന്ത്. ശിര കന്തുകലീലയാ, കന്തു എന്ന് പറഞ്ഞ പന്താണ്. ചവിട്ടി തെറിപ്പിക്കുക. അപ്പൊ നോക്കൂ, ആ മുറിഞ്ഞ ഭാഗത്താണ് കാല് പതിക്കുന്നതെങ്കിൽ അവിടുന്ന് രക്തവും മാംസവും കൂടി ദേവിയുടെ മേലേക്ക് ആകെ തെറിക്കും. അതവിടെ പോയിട്ട് കല്ലിനിടിക്കുമ്പം അത് മുറിഞ്ഞ ഭാഗമാണ് പതിക്കുന്നെങ്കിൽ അവിടുന്ന് തെറിക്കും. താഴെ വീഴുമ്പം അവിടുന്ന് വിട്ട് തെറിക്കും. ഇങ്ങനെ രക്തവും മാംസവും കൊണ്ട് ആകെപ്പാടെ ചെളി പുളിയായിട്ട് കിടക്കാൻ സ്ഥലം മുഴുവൻ. അവിടെ നിന്നുകൊണ്ടാണ് ഭദ്രകാളിയുടെ ഈ മാദകമായ നൃത്തം, അതിഭീകരമായ നൃത്തം. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭം വന്നു ചേർന്നിട്ടും നമ്മുടെ ഭരതന്റെ കഥ എന്താ? ഭരതന്റെ കഥ എന്താ? അവിടെ കിടക്കുന്നുണ്ട്. എന്നോട് ഇവിടെ കിടക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കിടക്കും എന്നുള്ള ഭാവത്തിൽ അവിടെ ഇങ്ങനെ കിടക്കാൻ. ഇതെന്തൊരു അത്ഭുതം വെച്ചു. നമ്മളൊട്ടാണെങ്കിൽ എന്തൊക്കെയുണ്ടാവും? ഞാനാണെങ്കിൽ സംശയമൊന്നുമില്ല, ലളിതാ സഹസ്രനാമം മുഴുവൻ ചൊല്ലും ഞാൻ. ശ്രീമാതാ, ശ്രീ മഹാരാജി, ശ്രീമൽ സിംഹാസന, കണ്ണു പൂട്ടിയിട്ടാ ചൊല്ല. നോക്കാൻ പറ്റത് പേടിയാവും ചിലപ്പം. എന്തൊരു രൂപം ചിന്തിച്ചു നോക്കൂ. ആത്മാർത്ഥമായിട്ട് കേൾക്കൂ. ഇങ്ങനൊരു രംഗം ഉണ്ടാവും, നമ്മൾ എന്തൊക്കെ കാണിക്കും? എന്തൊരവസ്ഥയായിരിക്കും? എല്ലാവരെയും ഓരോരുത്തരെ. കാരണം ഭഗവതിക്ക് അറിയോ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ചിലപ്പോൾ 2 പ്രാവശ്യമൊക്കെ ചൊല്ലിയുന്നുണ്ട് ശാസ്ത്രമേ, പേടിച്ചിട്ട്. അത്രയ്ക്ക് പേടിയുണ്ടാവും നമുക്കൊക്കെ. അപ്പോഴാണ് ഭരതൻ അസംഭ്രമ, ഒരു പരിഭ്രമമില്ലാണ്ട് അവിടെ കിടക്കാൻ. ഇതെന്തൊരു അത്ഭുതം! ഭദ്രകാളി ആത്മാർത്ഥമായിട്ട് എന്ത് വിചാരിച്ചിട്ടുണ്ടാവാം? ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരിക്കലും ഭദ്രകാളി ഇകത്താൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ഭക്തന്റെ യോഗ്യത മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ. നോക്കൂ, ഭദ്രകാളി വിചാരിച്ചിട്ടുണ്ടാവാം ഒരു പക്ഷേ ഇയാൾ അവിടെ എഴുന്നേക്ക് എന്ന് സർവമംഗളമംഗല്യ എന്നൊക്കെ ചൊല്ലുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവാം, അറിയില്ല.
പക്ഷെ ഇയാളുണ്ടല്ലോ അവിടെ കിടക്കാൻ ഒരു ചലനമില്ല. എന്റെ ഉള്ള വിചാരം, എന്നോട് പറഞ്ഞ പണി ഞാൻ ചെയ്തു, അമ്മയുടെ പണി അമ്മ ചെയ്തു, ഇതാണ് വിചാരം. എന്തുകൊണ്ടായിരിക്കും നന്ദി പറയാത്തത്? എന്തുകൊണ്ടായിരിക്കും സ്തുതി പറയാതിരുന്നിട്ടുണ്ടാവുക? അമ്മ ചെയ്തതിന്റെ കാര്യത്തിലൊക്കെയും നന്ദി പറയാൻ പുറപ്പെട്ടാൽ തീരുവോ? എന്തിനൊക്കെ പറയണം? ജനിച്ചിട്ട് അടുത്ത നിമിഷം മുതൽ അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. അമ്മ എന്തൊക്കെ ചെയ്തു തന്നു? അമ്മ കുളിപ്പിച്ചു തന്നു, അമ്മ എണ്ണ പുരട്ടി, അമ്മ വസ്ത്രം ഉടുപ്പിച്ചു തന്നു, അമ്മ കണ്ണെഴുതി, പൊട്ടുകുത്തി, മുടിവിന്നി കെട്ടി, വസ്ത്രം ധരിപ്പിച്ചു. ഇതൊക്കെ അമ്മ ചെയ്തു തന്നാൽ സകലം ചെയ്തു തന്ന അമ്മയാണ്. സ്കൂളിൽ പോകുന്ന സമയത്ത് ദോശ ഉണ്ടാക്കി തന്നതിന്റെ പേരിൽ അമ്മയോട് പാത്രമൊക്കെ അവിടെ വെച്ചിട്ട് ദോശ കഴിച്ച ഉടനെ കുട്ടി പറയാം, അമ്മേ സന്തോഷം, എല്ലാ ദിവസവും എനിക്ക് ദോശ ഉണ്ടാക്കി തരണം, അമ്മ എന്റെ എനിക്ക് വേറെ ആരും ഇല്ല എന്നൊക്കെ പറയുമോ? പറയേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അമ്മയ്ക്ക് അറിയില്ലേ കുട്ടിയുടെ കാര്യം നോക്കാൻ? കുട്ടിക്ക് അറിയില്ലേ ഇതെന്റെ അമ്മയാണ്, അമ്മ ചെയ്തു തരേണ്ടതാണെന്നുള്ള കാര്യം? ഇതല്ലേ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, അമ്മയും മകളും തമ്മിലുള്ള ബന്ധം? ഇതുപോലൊരു ഭക്തി ഭരതനുണ്ടെങ്കിലോ ഈ ഭദ്രകാളിയോട്, സ്വന്തം അമ്മ എന്നുള്ള ഭാവമാണെങ്കിൽ എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? ഒരക്ഷരവും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ നന്ദി പറയുമ്പോൾ പോലും ഒരു ചെറിയൊരു അകൽച്ചയുണ്ടെങ്കിലേ നന്ദി എന്ന വാക്ക് പറയാൻ പറ്റൂ. ഞാനും എൻ്റെ അമ്മയും ഭരതനും ഭദ്രകാളിയും ഒരു വ്യത്യാസമില്ലാത്ത അവസ്ഥയാണ്. ഇതാണ് ഭക്തി. ഇത് ഇത്ര വിശദീകരിച്ച് പറയാൻ കാര്യം, ഈ ഭക്തി നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ ആ ഭക്തിയിലേക്ക് വരൂ. ആ ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെ കുറിച്ചും ഒരാശങ്കയില്ല. എല്ലായ്പ്പോഴും എല്ലാം നടത്തുന്നത്, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എല്ലാം ഭഗവാന്റെ അഥവാ ഭഗവതിയുടെ എന്ത് പേര് വേണോ വിളിക്കാം. ഭഗവതി എന്നോ ഭഗവാൻ എന്നോ ശിവനെന്നോ വിഷ്ണു എന്നോ എന്ത് വേണോ വിളിക്കാം. ആ ഭഗവാന്റെ അറിവോടെ സമ്മതത്തോടെ മാത്രമാണ്. ഒരില പോലും ഇളകുന്നില്ല എന്ന വിഷയം അഥവാ എന്ന വിശ്വാസം ഉള്ളിൽ ഉറയ്ക്കണം. ഉറച്ചാൽ പിന്നെ ഒരു സംശയവും ഇല്ല എന്നർത്ഥം. ഇതായിരുന്നു ഭരതന്റെ ഭക്തി. ഈ ഭക്തി ഇത്ര വിശദീകരിച്ച് പറയാൻ കാര്യം, നമ്മളുടെ ഭക്തിയും ഭരതന്റെ ഭക്തിയും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. എന്റെ വിഷയം, ഭക്തി ഓരോ ദിവസവും ഭക്തി വർദ്ധിക്കുമ്പോൾ അതിനാനുപാതികമായി പരിഭ്രമങ്ങളും കുറഞ്ഞു വരണം. മനസ്സിന് ശാന്തി ഉണ്ടാകണം. ഇന്നിപ്പോ പലപ്പോഴും അത് കാണുന്നില്ല. ഭക്തിക്ക് ഭക്തി കാര്യമായിട്ടുണ്ട്, ടെൻഷന് അത് ഒരു കുറവുമില്ല. ടെൻഷന്റെ പഠിക്കുക നല്ലോണം ഉണ്ടെന്നല്ല. ടെൻഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്ന പിന്നെ ഭക്തി ഉണ്ടായിരുന്ന കാര്യം. ഞാൻ സ്നേഹത്തോടെ പറയുകയാണ്, നോക്കൂ, നമ്മൾ ഭക്തിയുള്ളവരാണെങ്കിൽ നമ്മുടെ ടെൻഷനൊക്കെ കുറയണ്ടേ? ഭയമൊക്കെ കുറയണ്ടേ? എല്ലാ ഭയങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ ഏറ്റവും വലിയ ഭയം എന്താ? മരണഭയം. മരണം ഉൾപ്പെടെയുള്ള സകല ഭയങ്ങളുടെയും കാര്യം ഇത്രയേ ഉള്ളൂ. ഇനി എന്തുകൊണ്ടായിരിക്കും ഭരതനോട് എഴുന്നേറ്റ് ഓടാതിരുന്നിട്ടുണ്ടാവുക? ഒരു വാചകം കൊണ്ട് അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, എന്തുകൊണ്ടായിരിക്കും? അതിശക്തമായ ഭക്തി കൊണ്ട്, മറ്റൊന്ന് കറകളഞ്ഞ വിജ്ഞാനം കൊണ്ട്. ഭക്തി ഉണ്ടെങ്കിൽ സംശയമില്ല, ഭഗവാന്റെ അറിവും സമ്മതവും ഇല്ലാണ്ട് ഒന്നും നടക്കില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റും ഒരു ഭക്തന്. മറ്റൊന്ന് തത്വചിന്ത കൊണ്ടാണ്. മരണമാണ് വരുന്നെങ്കിൽ എങ്ങോട്ട് ഓടും? വീട്ടിലിരിക്കുമ്പോൾ മരിക്കുമെന്നുള്ള പേടി വന്നു ഉടനെ ഓടി പോവുകയാണ് ആശ്രമത്തിലേക്ക്. അവിടെ ഇരുന്നാൽ മരിക്കില്ലേ? ആശ്രമത്തിലേക്ക് തൊഴുതുകൊണ്ട് ഭജനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മരിക്കുമെന്നുള്ള പേടി. അത് വീട്ടിൽ പോയിട്ട് വേഗം പടിഞ്ഞിട്ട് അടച്ചു വിട്ടേക്കിരിക്കാം. മരിക്കാണ്ടിരിക്കോ? അപ്പൊ എവിടെ പോയാലും മരിക്കാണ്ടിരിക്കുക? എവിടെ പോയാലും മരിക്കാണ്ടിരിക്കുക? മരണമാണ് വരാൻ പോകുന്നതെങ്കിൽ എവിടെ ഇരുന്നിട്ടും മരിക്കും. പിന്നെ എന്താ നിവൃത്തിയുള്ളൂ? തലകുനിക്കുക. ആ ഈശ്വര നിശ്ചയത്തിന് മുമ്പ് തലകുനിക്കുക എന്നല്ലാണ്ട് രാത്രി വരും വിചാരിച്ചിട്ട് പേടിക്കാം. രാത്രി വരുന്ന വിചാരിച്ചിട്ടേ പേടിച്ചോടാ. എങ്ങോട്ടോടും? എത്ര ദൂരം ഓടും? നേരം പുലരുന്നവരെ ഓടേണ്ടി വരും. കാരണം രാത്രി ഇല്ലാത്തൊരു സ്ഥലമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? രാത്രി വരുമ്പോ നമ്മൾ എങ്ങോട്ടും ഓടില്ല. നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കും. നമ്മൾ എന്ത് ചെയ്യും? കറണ്ട് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തും. ഇനി അഥവാ കറണ്ട് പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ എമർജൻസി ലാമ്പ് കരുതി വെക്കും. ഇനി അതില്ലെങ്കിൽ ഒരു മെഴുകുതിരി, എന്തെങ്കിലും ഒരു വെളിച്ചം നമ്മൾ അടുത്ത് വെക്കും, ഇല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ വെളിച്ചം കയ്യിൽ വെക്കുമ്പോഴത്തേക്കും ഇരുട്ടില്ലാണ്ടായി പോകുന്നുണ്ടോ? ഇല്ല. മറിച്ച് വെളിച്ചം കയ്യിൽ വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇരുട്ട് വന്നാലും ഒരു കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വെളിച്ചം കരുതി വെക്കുന്നതിനെ കുറിച്ച് പറയുന്നത് നമ്മൾ പ്രിപ്പയർ ആവുകയാണ്. ഇരുട്ടിനോട് നമ്മൾ പറയാണ്, രാത്രിയോട് നമ്മൾ പറയാണ്, ഐ എം പ്രിപ്പയർഡ്, ഞാൻ ഇതാ തയ്യാറായിട്ടിരിക്കുക, രാത്രി വന്നോട്ടെ. ഇതുപോലെ ദുഃഖത്തോടും പറയാൻ സാധിക്കണം. ദുഃഖം വന്നോട്ടെ, എന്റെ കയ്യിൽ എന്തുണ്ട്? 2 ടോർച്ച് ഉണ്ട്. ഒരു ടോർച്ച് ഭക്തിയുടെ ടോർച്ച്, മറ്റൊരു ടോർച്ച് ജ്ഞാനത്തിന്റെ ടോർച്ച്. രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെന്ത് ദുഃഖം വന്നല്ല? ഇതേ ഉള്ളു വഴി. അല്ലാതെ ദുഃഖത്തിനോട് നമ്മൾ എന്ത് ചെയ്യും? ദുഃഖത്തിനോട് വരണ്ടെന്ന് വല്ല കാര്യമുണ്ടോ? വരാണ്ടിരിക്കോ? തീർച്ചയായിട്ടും വരും. ദുഃഖം വരും, വേദന വരും, ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ നാം എന്ത് ചെയ്യുന്നു? ജ്ഞാനവും ഭക്തിയും ആർജിച്ചു വെച്ചു കഴിഞ്ഞാൽ ഏത് ദുഃഖം വന്നാലും ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അർത്ഥം. അത് കൃത്യമായിട്ട് മനസ്സിൽ ഉറക്കാൻ വേണ്ടിയിട്ടാണ് ഭരതന്റെ കഥ വിശദീകരിച്ചത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നോക്കൂ. ഭരതൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. ആദ്യമായി ഭരതൻ സംസാരിക്കാൻ കേൾക്കണ്ടേ?
അതാണ് അടുത്ത ഘട്ടത്തിൽ പറയാൻ പോകുന്നത്. ഇവിടെ നിർത്തുന്നു. ഗോവിന്ദ നാമ സങ്കീർത്തനം.